കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശിവരാത്രിയാണ് 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി. ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി. ചതുർദശി തിഥി ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി വൈകുന്നേരം 5:04 മുതൽ 16-ാം തീയതി വൈകുന്നേരം 5:34 വരെയാണ്. രാത്രി സമയത്ത് ചതുർദശി തിഥി വരുന്ന 2026 ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് ശിവരാത്രിയായിട്ട് ആചരിക്കുന്നത്. ശിവരാത്രി എന്ന ആ ഒരു വ്രതം, ആ ഒരു ദിവസത്തിന് പ്രാധാന്യമുള്ളത് ശിവൻ എന്ന ദേവതയ്ക്കാണ്. 15-ാം തീയതിയാണ് ശിവരാത്രി. അന്നാണ് രാത്രികാലത്ത് ഉറങ്ങാതെ ഇരുന്ന് സർവേശ്വരനെ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 14-ാം തീയതി ശിവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. ഒരിക്കലുണ്ട് നമ്മുടെ ശരീരവും മനസ്സും ശിവരാത്രിക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കണം. ശരീരത്തിനെ, മനസ്സിനെ തയ്യാറെടുപ്പിക്കണം. നാമജപം 10-ാം തീയതി മുതൽ തുടങ്ങണം. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് 108 തവണ 1008 തവണയൊക്കെ ജപിച്ചുകൊണ്ടിരിക്കണം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം. ശിവ സഹസ്രനാമം ജപിക്കണം. ശിവക്ഷേത്ര ദർശനം 10-ാം തീയതി മുതൽ തുടങ്ങിക്കോളൂ, അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന നാമം വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഈ നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ശിവരാത്രിക്ക് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിച്ചു കൊള്ളുക. തലേ ദിവസം ഒരിക്കലുണ്ട് ശിവരാത്രിക്ക് വേണ്ടി തയ്യാറെടുക്കുക. 14-ാം തീയതി 15-ാം തീയതി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശിവക്ഷേത്ര ദർശനം ചെയ്യുക. നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള വഴിപാടുകൾ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കാം. പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? ധാര തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. ജലധാര മുതൽ ധാരാളം ധാരകൾ ക്ഷേത്രങ്ങളിൽ ചെയ്യാറുണ്ട്. ജലധാര, ക്ഷീരധാര, അങ്ങനെ ധാരാളം ധാരകൾ. ഏത് ധാരയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ ധാരയൊക്കെ ചെയ്തു കൊള്ളുക. ഏറ്റവും ശ്രേഷ്ഠം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ജലധാര തന്നെയാണ്. ജലധാര അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. അങ്ങേ ദിവസം അർച്ചന കഴിപ്പിക്കുമ്പോൾ, മഹാദേവന് അർച്ചന കഴിപ്പിക്കുമ്പോൾ മഹാദേവൻ തിരുവാതിര അല്ലെങ്കിൽ രുദ്രൻ തിരുവാതിര എന്ന പേരിൽ അർച്ചന കഴിപ്പിക്കുക. മഹാദേവൻ തിരുവാതിര, ശ്രീകണ്ഠേശ്വരനാണെങ്കിൽ ശ്രീകണ്ഠേശ്വരൻ തിരുവാതിര എന്ന പേരിലും നാളിലും അർച്ചന കഴിപ്പിക്കണം. മഹാദേവന് വേണ്ടിയിട്ടുള്ള അർച്ചനയാണ്. സാധാരണ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും കുട്ടികൾക്കും ഒക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അർച്ചനകൾ കഴിപ്പിക്കും. പക്ഷേ ഭഗവാനെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ഒഴിവാക്കും. ഭഗവാൻ ശക്തനായിരുന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസം ശിവന് അർച്ചന കഴിപ്പിക്കുക. അന്നേ ദിവസം എങ്ങനെയാണോ നമുക്ക് വ്രതമെടുക്കാൻ സാധിക്കുന്നത്, ഉപവസിക്കാനാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ, ജലം മാത്രം കുടിച്ചിരിക്കാനാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ, പാലും പഴങ്ങളും കഴിച്ചിരിക്കാനാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ, പഴങ്ങൾ മാത്രം കഴിച്ച് ഇരിക്കാനാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെ, അതല്ല അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് ഗോതമ്പ് കഴിച്ചുകൊണ്ടിരിക്കാനാണ്, അങ്ങനെയാണ് എൻ്റെ ശരീരം അനുവദിക്കുന്നത്, ധാരാളം അസുഖങ്ങളുണ്ട്, മരുന്ന് കഴിക്കണം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ.
എങ്ങനെയാണോ സാധിക്കുന്നത് അതനുസരിച്ചിട്ട് മത്സ്യമാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇനി ശിവരാത്രി വ്രതമായി എടുക്കുന്നില്ല എങ്കിൽ പോലും അന്നേ ദിവസം വളരെ സാത്വികമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പകല് ഉറങ്ങാൻ പാടില്ല. രാത്രി ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം ശിവഭക്തരുണ്ട്. രാത്രി കാലത്തിനാണ് പ്രാധാന്യം. ഒരു നോട്ട് ബുക്ക് പുതുതായി മേടിച്ച് വെച്ചിട്ട് ഓം നമഃശിവായ എന്ന് ആ നോട്ട് ബുക്ക് മുഴുവൻ എഴുതാം. അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ആ നോട്ട് ബുക്ക് മുഴുവൻ എഴുതാം. രാത്രി മുഴുവൻ ഒരു കെടാവളക്ക് തെളിയിച്ച് വെച്ചിട്ട് വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിൽ ആ കെടാവളക്കിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എഴുതാം. വിളക്ക് കെട്ടുപോകുമോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതുകൊണ്ട് നമ്മൾ ഉറങ്ങാതെ ഇരിക്കും. ശിവനാമങ്ങൾ കേൾക്കാം, പ്രാർത്ഥിക്കാം. ശിവസംബന്ധിയായ കഥകൾ കേൾക്കാം, പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഉറക്കം വരില്ല. കാരണം ശ്രീകണ്ഠേശ്വരം പോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ധാരാളം പൂജകൾ, നാമജപങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരികയേയില്ല. അതുപോലെ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയിരുന്ന് ചെയ്യാവുന്നതാണ്. കാരണം രാത്രികാലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പിറ്റേ ദിവസം പാരണാ സമയത്ത് പാരണ വീടണം. പാരണാ സമയം 16-ാം തീയതി രാവിലെ 6:40 മുതൽ വൈകുന്നേരം 3:34 വരെയാണ്. 16-ാം തീയതി രാവിലെ 6:40 മുതൽ 3:34 വൈകുന്നേരം, ഈ സമയത്തിനുള്ളിൽ പാരണ വീടണം. തിരുവനന്തപുരം എന്ന അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനം വെച്ചിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 6:40 മുതൽ 3:34 വരെ എന്നുള്ളത്. ഭാരതത്തിലെ മുഴുവൻ സമയങ്ങളും ഞാനൊന്ന് പല പല സ്ഥലങ്ങളായി എടുത്ത് നോക്കിയപ്പോൾ 6:40 എന്നുള്ളത് 6:51 വന്നിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ 6:52 വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട്. ഒരു കാര്യം പൊതുവായി ചെയ്യുക, 7 മണിക്ക് ശേഷം 7 മണിക്കും 3 മണിക്ക് വൈകുന്നേരം 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് പാരണ വീടിക്കൊള്ളുക. അതല്ല കൃത്യമായി ഏതെങ്കിലും സ്ഥലത്തെ പാരണാസമയം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടുകൊള്ളുക. ഞാൻ ആ കമൻറ്റിന് മറുപടി നൽകാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഇടുന്ന കമൻറ്റിന് മറുപടിയായിട്ടുള്ള പാരണാസമയം ഞാൻ അതിനകത്ത് കൊടുക്കുകയും ചെയ്യാം. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. ഈ വീഡിയോയുടെ താഴെ കൃത്യമായ പാരണാസമയം മറ്റേതു സ്ഥലത്തെയാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. വാട്സപ്പ് ചാനലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കമൻറ്റിന് മറുപടിയായിട്ടും കൊടുത്തേക്കാം. നിങ്ങളുടെ ഇഷ്ടം എന്ത് വേണമെന്നുള്ളത് എന്തായാലും കമൻ്റ് ഇട്ട് ചോദിക്കുക. രാത്രികാലത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും പ്രത്യേകത വന്നത്? ഈ ചതുർദശി തിഥിയിൽ രാത്രികാലത്തിന് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന ഒരു സംശയം പലപ്പോഴും പലർക്കും ഉണ്ടാകും. നമുക്കറിയാം, പാലാഴി മഥന സമയത്ത് മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് പാലാഴി ദേവന്മാരും അസുരന്മാരും കടയുകയാണ്. അങ്ങനെ കടയുന്നതിൻ്റെ ഇടയ്ക്ക് വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കുന്നു. കൊടിയ വിഷമാണ്. ഈ കാളകൂട വിഷം ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴേക്ക് വീണു കഴിഞ്ഞാൽ 14 ലോകങ്ങളും നശിക്കും.
അങ്ങനെയുള്ള നാശം ഒഴിവാക്കുന്നതിനായിട്ട് മഹാദേവൻ തൻ്റെ തൃക്കൈയിൽ കാളകൂട വിഷം ഏറ്റുവാങ്ങുകയും ആ വിഷം സ്വശരീരത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. ആ വിഷം തൻ്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി എന്നാണ് വിശ്വാസം. വിഷമാണ് മഹാദേവൻ ഭക്ഷിച്ചത്. ആ വിഷത്തിൻ്റെ കാഠിന്യത്താൽ മഹാദേവൻ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് അല്പസമയം മയങ്ങി. അതിനുശേഷം ഭഗവാൻ ഉണർന്ന് എഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യാകാലത്താണെന്നും ആ ത്രയോദശി സന്ധ്യാകാലത്തിനെയാണ് പ്രദോഷമെന്ന് വിളിക്കുന്നത് എന്നും നമ്മൾ പ്രദോഷത്തിൻ്റെ വീഡിയോ ഇടുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട്. ഇവിടെ വിഷം സ്വീകരിച്ചതിനു ശേഷം മഹാദേവൻ ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങിയത് ഒരു ചതുർദശി തിഥിയിലാണ്. ഫാൽഗുന മാസത്തിലെ ചതുർദശി തിഥിയിലാണ് ഭഗവാൻ മയങ്ങിയത്. അങ്ങനെ ഭഗവാൻ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുന്ന ആ ഒരു സമയത്ത് എല്ലാ ദേവന്മാരും ദേവിമാരും സപ്തർഷികളും എല്ലാവരും തന്നെ ഭഗവാന്റെ അടുത്ത് സന്നിഹിതരാവുകയും അവരെല്ലാം തന്നെ നമഃശിവായ മന്ത്രം ജപിച്ച് ഉറങ്ങാതെ ഇരുന്ന് ഒരു പോള കണ്ണടയ്ക്കാതെ ഭഗവാന്റെ ചുറ്റും കൂടിയിരുന്ന് നമഃശിവായ മന്ത്രം ജപിച്ചു. പിന്നീട് ഭഗവാൻ ഒരു ത്രയോദശി സന്ധ്യാതിഥിയിൽ ഉണർന്ന് എഴുന്നേൽക്കുകയും ആ ത്രയോദശി തിഥിയെ പ്രദോഷമെന്ന് വിളിക്കുകയും സകലമാന ആളുകളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളെല്ലാവരും രാത്രികാലത്തിൽ ഉറങ്ങാതെ ഇരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നത്. ഇതാണ് ശിവരാത്രിയുടെ ഐതിഹ്യ കഥ. ഇതുമാത്രമല്ല, മറ്റൊരു വ്രതകഥ കൂടി, ഇത് ഐതിഹ്യം, മറ്റൊരു വ്രതകഥ കൂടി ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. അതായത് അറിയാതെ പോലും ഒരാൾ ശിവരാത്രി ദിവസം ഉറങ്ങാതെ ഇരുന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചാൽ അവന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കും എന്നുള്ളതാണ് ഈ കഥ പറയുന്നത്. അതായത് പണ്ട് ദ്രുഹൻ എന്നു പേരുള്ള ഒരു വേട്ടക്കാരനുണ്ടായിരുന്നു. ഇയാൾ വലിയ ക്രൂരനും ദുഷ്ടനുമായിരുന്നു. പക്ഷി മൃഗാദികളെയൊക്കെ അമ്പെയ്ത് കൊന്ന് അതിനെ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ കൊടുക്കുന്ന ഒരു ശീലമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. മനസ്സിൽ ഒട്ടും കാരുണ്യമില്ലാത്ത ആളായിരുന്നു ഈ വേട്ടക്കാരൻ. ഈ കഥ സൂത പൗരാണികനാണ് മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഒരു ദിവസം ഇയാളിങ്ങനെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒരു മൃഗത്തിനെയോ പക്ഷിയോ പോലും അയാൾക്ക് കിട്ടിയില്ല. അതൊരു ശിവരാത്രി ദിവസമായിരുന്നു. അതായത് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി. അയാൾക്കതൊന്നും അറിയില്ല. അയാളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാട്ടിലൂടെ നടക്കുന്നു. ഭാര്യയും മക്കളും ഒക്കെ അന്ന് പട്ടിണിയാണ്. അങ്ങനെ പകലൊന്നും അയാൾക്ക് കിട്ടിയില്ല. അയാൾ ഒന്നും കഴിച്ചില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റിയില്ല. പൂർണ്ണ ഉപവാസത്തിൽ ഇങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയും അന്വേഷിച്ച് ഇയാൾ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു. രാത്രിയായി, കിട്ടിയില്ല. അയാൾ കാട്ടിലുണ്ടായിരുന്ന ഒരു കൂവള മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഏതെങ്കിലും മൃഗം വന്നാൽ ആ മൃഗത്തിനെ അമ്പെയ്ത് വീഴ്ത്താം എന്ന നിശ്ചയത്തോടു കൂടി ഇയാൾ ഈ കൂവള മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നു. ഈ കൂവള മരത്തിൻ്റെ അടിയിലൂടെ ചെറിയ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മാൻ ആ അരുവിയിലെ വെള്ളം കുടിക്കാനായിട്ട് വന്നു.
മാനിനെ കണ്ടതും സന്തോഷത്തോടു കൂടി ഇയാൾ അമ്പെയ്യാനായിട്ട് തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഇയാളുടെ കൈ തട്ടിയിട്ട് ഒരു കൂവളത്തിൻ്റെ ഒരു ചെറിയ ഒരു ചില്ല ഒടിഞ്ഞ് ഈ മരത്തിൻ്റെ താഴേക്ക് വീഴുന്നു. ഈ മരത്തിൻ്റെ താഴെ ഒരു ശിവലിംഗമുണ്ടായിരുന്നു. അപ്പം ഈ ചില്ല ഒടിഞ്ഞ്, ഈ ഒരു ചെറിയ ചില്ല ഒടിഞ്ഞ് ഈ ശിവലിംഗത്തിൻ്റെ പുറത്തേക്ക് വീഴുകയും അരുവിയുടെ തീരത്തായിരുന്നത് കൊണ്ട് ജലം ഈ ശിവലിംഗത്തിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അവിടെ ഒരു അർച്ചന നടക്കുന്നു, ഒരു ചെറിയ ധാരയും നടക്കുന്നു. ഈ ശബ്ദം കേട്ട് ഈ മാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ കൊല്ലാനായിട്ട് അമ്പും വില്ലും പിടിച്ചുകൊണ്ട് ഒരു വേട്ടക്കാരൻ ഇരിക്കുന്നു. വേട്ടക്കാരൻ ഈ ശിവലിംഗമൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അറിയാതെ അവിടെ ഒരു ധാരയും ഒരു അർച്ചനയും നടന്നു കഴിഞ്ഞിരിക്കുന്നു. മാൻ പേടിച്ച് വിറച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് അങ്ങ് എന്നെ കൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഭാര്യയും കുട്ടികളും ഇന്ന് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. നിന്നെ കൊന്നാൽ എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വിശപ്പ് മാറും. നിന്നെ കൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ അക്കൂട്ടത്തിൽ എൻ്റെയും വിശപ്പ് മാറുമെന്ന് ഈ വേട്ടക്കാരൻ ഈ മാനിനോട് പറയുന്നു. ഉടൻ തന്നെ മാൻ പറയുകയാണ്, അങ്ങയുടെ വിശപ്പ് മാറ്റാൻ എൻ്റെ ശരീരം മതിയെങ്കിൽ ഞാനത് തന്നുകൊള്ളാം. പക്ഷേ ഒരു കാര്യം അങ്ങ് ചെയ്യണം. എൻ്റെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ ചെന്ന് ആ കുഞ്ഞുങ്ങളെ എൻ്റെ സഹോദരിയുടെ അടുക്കൽ ആക്കിയിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. വേട്ടക്കാരൻ പക്ഷെ അത് വിശ്വസിച്ചില്ല. ഉടനെ ഈ മാൻ സത്യം ചെയ്തു പറയുന്നു, ഞാൻ തിരിച്ചു വരാമെന്ന് സത്യം ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം ഈ മാൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേറൊരു മാൻ ഇതേപോലെ തന്നെ ഈ അരുവിയിൽ വെള്ളം കുടിക്കാനായിട്ട് വരുന്നു. ഈ വേട്ടക്കാരൻ ആ മാനിനെ കൊല്ലുന്നതിനായിട്ട് ഇതുപോലെ അമ്പും വില്ലും എടുക്കുന്നു. ആ സമയത്തും കുറച്ച് കൂവളത്തിലകൾ ഈ വേടൻ്റെ കൈതട്ടി ഇതേ ശിവലിംഗത്തിലേക്ക് വീഴുകയും വീണ്ടും അല്പം ജലം തെറിച്ച് ആ ശിവലിംഗത്തിലേക്ക് വീഴുകയും ചെയ്തു. അതോടെ രണ്ടാമത്തെ അർച്ചനയും അഭിഷേകവും അവിടെ കഴിയുകയാണ്. ശബ്ദം കേട്ട് ഈ മാനും മുകളിലേക്ക് നോക്കിയപ്പോൾ അതാ തന്നെ കൊല്ലാനായിട്ട് ഒരു വേട്ടക്കാരൻ അവിടെ ഇരിക്കുന്നു. മാൻ പേടിച്ചു. എന്തിനാണ് തന്നെ കൊല്ലുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്തും വേട്ടക്കാരൻ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും തനിക്കും വിശപ്പ് മാറ്റുന്നതിനായിട്ടാണ് കൊല്ലുന്നത് എന്ന് പറയുന്നു. ഈ മാൻ പേടിച്ച് വിറച്ചുകൊണ്ട് പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ അങ്ങയ്ക്ക് ഭക്ഷണമാകാം, അങ്ങയുടെ വീട്ടുകാർക്കും ഭക്ഷണമാകാം. പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്ക് ഒന്ന് വെറുതെ വിടണം എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് എന്ന് വേട്ടക്കാരൻ ചോദിക്കുന്നു. തൻ്റെ മക്കളെ, തൻ്റെ വളരെ ചെറിയ കുഞ്ഞുങ്ങളെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഈ മാൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പറ്റില്ല എന്ന് വേട്ടക്കാരൻ പറയുന്നു. സത്യം ചെയ്തു കൊടുക്കുന്നു. വിഷ്ണുദേവനെ പിടിച്ച് സത്യം ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ രണ്ടാമത്തെ മാനിനെയും ഈ വേട്ടക്കാരൻ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ഇവിടെ 2 തവണ ധാരയും 2 തവണ അർച്ചനയും നടന്നതുകൊണ്ട് തന്നെ ഈ വേട്ടക്കാരൻ്റെ പകുതിയിലേറെ പാപങ്ങൾ അതോടുകൂടി നശിച്ചു കഴിഞ്ഞു, അറിയാതെ ആണെങ്കിൽ പോലും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു മാൻ ഇതേപോലെ ഈ നദിയിലേക്ക് വരുന്നു, ഈ അരുവിയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് വരുന്നു. മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ആവർത്തിക്കുന്നു. അതായത് വീണ്ടും ഇലകൾ വീഴുകയും ജലം തെറിച്ചു വീഴുകയും മാൻ എന്തിനാണ് കൊല്ലുന്നത് എന്ന് ചോദിക്കുകയും വേട്ടക്കാരൻ കാര്യങ്ങളൊക്കെ പറയുകയും വീട്ടിൽ പോയി തൻ്റെ കുഞ്ഞുങ്ങളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വരാമെന്ന് ആ മാനും പറയുന്നു. അപ്പോൾ വീണ്ടും ഈ വേട്ടക്കാരൻ പറയുകയാണ്, ഇതിനു മുമ്പ് 2 മാനുകൾ ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞ് പോയി, പക്ഷെ അവരാരും തിരിച്ചു വന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വിശ്വസിച്ച് വിടും എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും സത്യം ചെയ്തു കൊടുക്കുകയാണ് ഈ മാൻ. അങ്ങനെ ആ മാനിനെയും വേട്ടക്കാരൻ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഈ 3 മാനുകളും ഒത്തുചേരുകയും അവർക്ക്
സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അവർ പരസ്പരം പറയുകയും ചെയ്തു. എന്നിട്ട് കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചതിനു ശേഷം ഈ 3 മാനുകളും കൂടി ഈ വേട്ടക്കാരൻ്റെ അടുക്കലേക്ക് വരുന്നു. ഈ സമയം കൊണ്ട് 3 അർച്ചനകളാണ് അവിടെ വേട്ടക്കാരൻ ചെയ്തത്. രാത്രി മുഴുവൻ പല സമയങ്ങളായിട്ട് 3 അർച്ചനകളും 3 ധാരകളും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ നേരം വെളുപ്പിനെയായി തുടങ്ങി. ആ സമയത്താണ് ഈ 3 മാനുകളും അവിടേക്ക് വരുന്നത്. 3 മാനുകളും കൂടി തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈ വേട്ടക്കാരന് വലിയ സന്തോഷമായി. എന്തായാലും നല്ല കോള് തന്നെ എന്ന് വേട്ടക്കാരൻ വിചാരിക്കുകയും ഈ 3 പേരെയും വധിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അയാൾ തൻ്റെ അമ്പും വില്ലും എടുത്ത് ഈ 3 മാനുകളെയും കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. ആ സമയത്ത് വീണ്ടും ഈ വേട്ടക്കാരൻ്റെ കൈതട്ടി കുറച്ച് ഇലകൾ കൂടി ആ ശിവലിംഗത്തിലേക്ക് വീഴുകയും വീണ്ടും അല്പം ജലം ഈ ഇല വീണതിൻ്റെ പ്രഹരത്താൽ ശിവലിംഗത്തിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ 4ാമത്തെ പൂജയും പൂർത്തിയാകുന്നു. അതോടുകൂടി അമ്പും വില്ലും എടുത്ത വേട്ടക്കാരൻ്റെ മനസ്സിൽ കരുണയാണ് വന്നു നിറഞ്ഞത്. അതോടുകൂടി ഈ മാനുകളെ കൊല്ലാൻ പറ്റില്ല എന്ന ഒരു മാനസികാവസ്ഥയായി ആ വേടന്. ആ സമയത്ത് ഈ വേട്ടക്കാരൻ്റെ മുഴുവൻ പാപങ്ങളും അറിയാതെ പോലും ശിവപൂജ ചെയ്യുകയും ഉറങ്ങാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് അയാളുടെ മുഴുവൻ പാപങ്ങളും നശിക്കുകയും അവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അയാളുടെ പാപങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നശിക്കുന്നു. നിനക്കെന്തു വേണമെന്ന് ശിവൻ ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട എന്നാണ് ആ വേട്ടക്കാരൻ മറുപടി നൽകിയത്. ആ വേട്ടക്കാരന് ശിവൻ ഗുഹൻ എന്ന നാമകരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗുഹ, നീ ശാന്തനായി ജീവിച്ചു കൊള്ളുക, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു കൊള്ളുക. ഒരിക്കൽ നിന്റെ അടുക്കലേക്ക് ശ്രീരാമചന്ദ്രൻ എത്തിച്ചേരും. അന്ന് നിനക്ക് സകല മോക്ഷങ്ങളും ലഭിക്കുകയും ചെയ്യുമെന്ന് ഭഗവാൻ മഹേശ്വരൻ ഈ വേട്ടക്കാരനെ അനുഗ്രഹിക്കുന്നു. ഈ വേട്ടക്കാരനാണ് പിന്നീട് ഗുഹൻ എന്ന് അറിയപ്പെട്ടതും ആ ഗുഹനെയാണ് രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ കാണുന്നതും. ഗുഹൻ്റെ കഥ നമ്മൾ രാമായണത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ശിവൻ അനുഗ്രഹിക്കുകയും മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ആ മാനുകൾക്ക് സ്വർഗീയ രാജ്യം ലഭിക്കുകയും ചെയ്തു എന്നാണ് ശിവരാത്രിയുടെ ഈ വ്രതകഥ പറയുന്നത്. ഈ വ്രതകഥ കേട്ട് പ്രാർത്ഥിക്കണം ശിവരാത്രി ദിവസം. വ്രതരാജ എന്നാണ് ശിവരാത്രി വ്രതത്തിനെ പറയുന്നത്. തീർത്ഥാടനങ്ങൾ ചെയ്യുന്നതിനേക്കാളും എല്ലാ വിധത്തിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത് എന്നാണ് ശിവപുരാണം പറയുന്നത്. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും തന്നെ രാത്രികാലങ്ങളിൽ, അതായത് ശിവരാത്രിയുടെ രാത്രികാലത്തിൽ ഉണർന്നിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുകയോ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് ജപിക്കുകയോ ഒരു നോട്ട് ബുക്ക് മുഴുവൻ എഴുതുകയോ ചെയ്ത് പ്രാർത്ഥിക്കുക. ശിവസഹസ്രനാമം ജപിക്കുക. എഴുതിയ നോട്ട് ബുക്ക് പിന്നീട് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതുമാണ്. പിറ്റേ ദിവസം കൃത്യമായ സമയത്ത് പാരണ വീടുക. ഇത്രയും കാര്യങ്ങളാണ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ശിവഭഗവാന് അർച്ചന ചെയ്യുക, ധാര ചെയ്യുക, ദേവിക്ക് വിളക്കു തെളിയിക്കുക. ദേവിയെ ഒഴിവാക്കരുത്. പ്രപഞ്ചശക്തിയായ സർവേശ്വരി മഹേശ്വരി ഉണ്ടെങ്കിൽ മാത്രമേ ശിവന് ശക്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദേവിക്ക്
വിളക്ക് തെളിയിച്ചു തന്നെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.